ഇൻസ്ട്രക്ടർമാർക്കും പഠിതാക്കൾക്കും ഹലോ. ഇന്ന് ഞങ്ങൾ കൗൺസിലിംഗിന്റെയും മെന്ററിംഗിന്റെയും കൗതുകകരമായ ലോകത്തേക്ക് പര്യവേക്ഷണം ചെയ്യുകയാണ്. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് കഴിയും സ്വോട്ട് വിശകലനം, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെറ്റ്സ്, അഭിമുഖം തകർക്കുന്നതിനുള്ള നുറുങ്ങുകൾ. സ്വോട്ട് വിശകലനം ഒരു ബിസിനസ് സംരംഭത്തിലോ പ്രൊജക്റ്റിലോ ഒരു പ്രത്യേക സന്ദർഭത്തിലോ ഉൾപ്പെട്ടിരിക്കുന്ന ശക്തികൾ, ബലഹീനതകൾ, അവസരങ്ങൾ, ഭീഷണികൾ എന്നിവ തിരിച്ചറിയുന്നതിനും വിലയിരുത്തുന്നതിനും ഉപയോഗിക്കുന്ന ഒരു തന്ത്രപരമായ ആസൂത്രണ ഉപകരണമാണിത്. ഓർഗനൈസേഷനുകൾ അവരുടെ നിലവിലെ സാഹചര്യത്തെയും ഭാവി സാധ്യതകളെയും ബാധിക്കുന്ന ഇന്റേണലും എക്സ്റ്റേണലും ഘടകങ്ങളെ വിലയിരുത്തുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സമഗ്ര ചട്ടക്കൂടാണ് ഇത്. ഒരു സ്വോട്ട് വിശകലനത്തിന്റെ ഓരോ ഘടകങ്ങളുടെയും ഒരു അവലോകനം ഇതാ. സ്ട്രെങ്ത്. ഒരു ഓർഗനൈസേഷന് മറ്റുള്ളവരെക്കാൾ നേട്ടം നൽകുന്ന ഇന്റേണൽ ആട്രിബ്യൂട്ടുകളും ഉറവിടങ്ങളുമാണ് ഇവ. ശക്തികൾ തിരിച്ചറിയുന്നതിൽ സംഘടന നന്നായി ചെയ്യുന്നതെന്തെന്ന് നോക്കുന്നത് ഉൾപ്പെടുന്നു. ശക്തമായ ബ്രാൻഡ്, വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ, അതുല്യമായ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ, മികച്ച സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ കാര്യക്ഷമമായ പ്രക്രിയകൾ തുടങ്ങിയ മേഖലകൾ ഇതിൽ ഉൾപ്പെട്ടേക്കാം. ഉദാഹരണങ്ങൾ: ആശയവിനിമയം, ആത്മവിശ്വാസം, സാമ്പത്തികം, പശ്ചാത്തലം, മോശം ശീലങ്ങൾ എല്ലാം. വീക്ക്നെസ്. മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓർഗനൈസേഷനെ ദോഷകരമായി ബാധിക്കുന്ന ഇന്റേണൽ ഘടകങ്ങളാണ് ഇവ. വീക്ക്നെസ് തിരിച്ചറിയുന്നതിൽ സ്ഥാപനത്തിന്റെ പുരോഗതി ആവശ്യമുള്ള മേഖലകൾ മനസ്സിലാക്കുന്നത് ഉൾപ്പെടുന്നു. വിഭവങ്ങളുടെ അഭാവം, കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യ, മോശം മാനേജ്മെന്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും ഇന്റേണൽ പരിമിതികൾ എന്നിവ പോലുള്ള പ്രശ്നങ്ങൾ ഇതിൽ ഉൾപ്പെട്ടേക്കാം. ഉദാഹരണങ്ങൾ: അമിത ആത്മവിശ്വാസം, ഗൗരവം, ട്വിറ്റ് ഫോർ ടാറ്റ്, പൊതുവിജ്ഞാനം. ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ ശരിയായി പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ സ്ഥാപനത്തിന് പ്രയോജനകരമാവുന്ന എക്സ്റ്റേണൽ ഘടകങ്ങളെ പരാമർശിക്കുന്നു. സ്ഥാപനത്തിന് വളരാനോ മെച്ചപ്പെടുത്താനോ കഴിയുന്ന മേഖലയാണിത്. വിപണി പ്രവണതകൾ, സാങ്കേതിക മുന്നേറ്റങ്ങൾ, ഉപഭോക്തൃ സ്വഭാവത്തിലെ മാറ്റങ്ങൾ അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത വിപണികൾ എന്നിവയിൽ നിന്ന് അവസരങ്ങൾ ഉണ്ടാകാം. ഉദാഹരണം: സേവന വ്യവസായത്തിൽ നിന്നും IT മേഖലയിൽ നിന്നുമുള്ള വിവിധ അവസരങ്ങൾ. ത്രെറ്റ്സ്, ഭീഷണി. ഓർഗനൈസേഷന്റെ പ്രകടനത്തെയോ അതിന്റെ നിലനിൽപ്പിന്റെയോ ദോഷകരമായി ബാധിക്കുന്ന എക്സ്റ്റേണൽ ഘടകങ്ങൾ ആണ് ഭീഷണികൾ. ഇത് സാമ്പത്തിക മാന്ദ്യങ്ങൾ, പുതിയ എതിരാളികൾ, മാറുന്ന നിയന്ത്രണങ്ങൾ, ഉപഭോക്തൃ മുൻഗണനകളിലെ ഷിഫ്റ്റുകൾ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ അതിന്റെ പരിസ്ഥിതിയിൽ അഭിമുഖീകരിക്കുന്ന മറ്റെന്തെങ്കിലും വെല്ലുവിളികൾ എന്നിവയായിരിക്കാം. ഉദാഹരണങ്ങൾ: അമിത ആത്മവിശ്വാസം, കളിപരമായ പെരുമാറ്റം. ഒരു അഭിമുഖം മറികടക്കാൻ നിങ്ങളെ സഹായിക്കുന്ന നുറുങ്ങുകൾ. കമ്പനിയെക്കുറിച്ച് അന്വേഷിക്കുക. കമ്പനി വെബ്സൈറ്റിലൂടെ പോകുക. അവരുടെ ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ, ദൗത്യം, മൂല്യങ്ങൾ എന്നിവ മനസ്സിലാക്കുക. സമീപകാല വാർത്തകൾ, പ്രസ് റിലീസുകൾ അല്ലെങ്കിൽ അവരുടെ ഭാവി പദ്ധതികളെക്കുറിച്ചും സംരംഭങ്ങളെക്കുറിച്ചോ ഉള്ള എന്തെങ്കിലും വിവരങ്ങൾക്കായി നോക്കുക. അവരുടെ സംസ്കാരം, സമീപകാല ഇവന്റുകൾ, എന്തെങ്കിലും കമ്മ്യൂണിറ്റി ഇടപെടൽ എന്നിവ മനസ്സിലാക്കാൻ അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ പരിശോധിക്കുക. ജോലി വിശദാംശങ്ങൾ അറിയുക. ജോലി വിവരണം ശ്രദ്ധാപൂർവം വായിക്കുകയും ആവശ്യമായ പ്രധാന കഴിവുകളും യോഗ്യതകളും രേഖപ്പെടുത്തുകയും ചെയ്യുക. ആ മേഖലകളിലെ നിങ്ങളുടെ പ്രാവീണ്യം പ്രകടിപ്പിക്കുന്ന നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് ഉദാഹരണങ്ങൾ തയ്യാറാക്കുക. വിവരണത്തിൽ നിന്ന് വ്യക്തമല്ലാത്ത ജോലിയുടെ വശങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വന്തം ചോദ്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. പൊതുവായ ചോദ്യങ്ങൾ തയ്യാറാക്കുക. നിങ്ങളെക്കുറിച്ച് സംക്ഷിപ്തവും ആകർഷകവുമായ ഒരു ആമുഖം തയ്യാറാക്കുക. റോളുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾക്ക് പ്രാധാന്യം നൽകുക. നിങ്ങളുടെ ശക്തിയും ബലഹീനതയും ചർച്ച ചെയ്യാൻ പരിശീലിക്കുക. നിങ്ങളുടെ ബലഹീനതകൾ നിങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്തി അല്ലെങ്കിൽ കൈകാര്യം ചെയ്തു എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾ കമ്പനിയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് നിങ്ങൾ അനുയോജ്യരാണെന്നും വിശദീകരിക്കാൻ തയ്യാറാവുക. പെരുമാറ്റ ചോദ്യങ്ങൾ പരിശീലിക്കുക. നിങ്ങളുടെ പ്രതികരണങ്ങൾ രൂപപ്പെടുത്താൻ സ്റ്റാർ രീതി ഉപയോഗിക്കുക. സാഹചര്യം, ചുമതല, പ്രവർത്തനം, ഫലം. പ്രശ്നപരിഹാരം, ടീം വർക്ക്, നേതൃത്വം മുതലായവ പ്രകടിപ്പിക്കുന്ന നിങ്ങളുടെ മുൻകാല അനുഭവങ്ങളിൽ നിന്നുള്ള വിവിധ സാഹചര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ജോലിക്കായി ആഗ്രഹിക്കുന്ന ഗുണങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ ഈ കഥകൾ അനുയോജ്യമാക്കുക. നിങ്ങളുടെ നേട്ടങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക. കണക്കാക്കാവുന്ന ഫലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങളുടെ നേട്ടങ്ങളുടെ നിർദ്ദിഷ്ട ഉദാഹരണങ്ങൾ തയ്യാറാക്കുക. നിങ്ങൾ അപേക്ഷിക്കുന്ന ജോലിയുടെ ആവശ്യകതകളുമായി ഈ നേട്ടങ്ങൾ എങ്ങനെ യോജിക്കുന്നുവെന്ന് വിശദീകരിക്കുക. ചോദ്യങ്ങൾ ചോദിക്കുക. കമ്പനിയുടെ ഭാവി പദ്ധതികൾ, ടീം ഡൈനാമിക്സ് അല്ലെങ്കിൽ അവർ നേരിട്ട സമീപകാല വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ച് അന്വേഷിക്കുക. അനുയോജ്യമായ വസ്ത്രധാരണം.
കമ്പനി ഡ്രസ് കോഡ് ഗവേഷണം ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ ആ നിലവാരത്തിന് അല്പം മുകളിൽ വസ്ത്രം ധരിക്കാൻ ലക്ഷ്യമിടുക. നേരത്തെ എത്തിച്ചേരുക, അല്ലെങ്കിൽ വെർച്വൽ അഭിമുഖങ്ങൾക്കായി നേരത്തെ ലോഗിൻ ചെയ്യുക. ഷെഡ്യൂൾ ചെയ്ത സമയത്തിന് 10-15 മിനിറ്റ് മുമ്പെങ്കിലും എത്തിച്ചേരാനോ ലോഗിൻ ചെയ്യാനോ ആസൂത്രണം ചെയ്യുക. ശരീരഭാഷയും സ്വരവും. നല്ല ഭാവം നിലനിർത്തുക. നേത്രസമ്പർക്കം പുലർത്തുക. ഉറച്ച ഹാൻഡ്ഷേക്ക് വാഗ്ദാനം ചെയ്യുക, ഇത് വ്യക്തിഗത അഭിമുഖമാണെങ്കിൽ. ഫോളോ അപ്പ്. അവസരത്തിന് നന്ദി പ്രകടിപ്പിക്കുന്ന ഒരു നന്ദി ഇമെയിൽ അല്ലെങ്കിൽ കുറിപ്പ് അയക്കുക. അഭിമുഖം തകർക്കുന്നതിനുള്ള നുറുങ്ങുകൾക്കൊപ്പം സ്വോട്ട് വിശകലനം, സ്ട്രെങ്ത്സ്, വീക്ക്നെസ്സസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെറ്റ്സ്. ഈ വിഷയത്തിൽ വിദ്യാഭ്യാസത്തിൽ വൈവിധ്യമാർന്ന പഠനരീതികൾ സ്വീകരിക്കുന്നതിന്റെ പ്രാധാന്യവും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ പുതിയ വിഷയങ്ങൾ കൊണ്ടുവരും. അതുവരെ സുരക്ഷിതരായിരിക്കൂ.